അപ്പോഴേ നമുക്കിന്നൊരു ഹെൽത്ത് സപ്ലിമെൻറ്റിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ? അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ സാധനം, മുരിങ്ങ പൗഡർ. മുരിങ്ങ പൗഡറിനെ പറ്റിയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമോ? എന്തായാലും കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ സാധാ മുരിങ്ങയില വെച്ചിട്ട് തന്നെയാണിത് ഒരു പൗഡറാക്കി എടുക്കുന്നത് കേട്ടോ. അതിൽ വേറെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. കാരണം അത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ പാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയാൽ അതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ ഡൈജഷൻ കറക്റ്റ് ആവാനും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ സ്കിൻ സംബന്ധമായിട്ട്, അതുപോലെ വയറിലെ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ, ഹെയർ ഗ്രോത്ത്, ഇംപ്രൂവ് ഇമ്മ്യൂണിറ്റി, അതായത് കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും, അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഈ നമ്മളെ എന്താ പറയുക മുരിങ്ങ പൗഡർ കൊണ്ട് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇത് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നല്ല ഗുണമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇത് വെറുതെ അല്ല ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട്. അതായത് വെയിറ്റ് ലോസ് ഉണ്ടാവാനും നമ്മുടെ ഈ വയറ് ചാടിയിട്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഈ ഒരു മുരിങ്ങ പൗഡർ കൊണ്ട് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. കാരണം വേറെ ഇതിൽ നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യങ്ങളുമില്ല. നല്ല നാച്ചുറലായിട്ടുള്ള സാധനം മാത്രമാണിത്. മുരിങ്ങയുടെ ഇല ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളെ രാവിലെ വെറും വയറ്റിൽ ഇളം ചൂട് വെള്ളത്തിൽ, അതായത് ഒരു ഗ്ലാസ് വെള്ളം മതി, അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ മുരിങ്ങ പൗഡറും, അത് ഒരു 4-5 നമ്മുടെ ആ മുരിങ്ങ പൗഡർ കഴിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാനും വേണ്ടിയിട്ട് ഒരു 4-5 ഡ്രോപ്പ് നാരങ്ങ നീരും കൂടെ ഒറ്റിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കുടിക്കുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്നത് കേട്ടോ. അതായത് ചിലർക്ക് ചിലപ്പം ഈ ഒരു മുരിങ്ങയുടെ ഇല ഈ പൊടി മാത്രം എടുത്ത് കുടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. ഇത് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. മിക്സ് ആക്കിയിട്ടില്ലെങ്കിൽ അതിങ്ങനെ കട്ട കിട്ടും. അത്രയും നൈസ് പൊടിയായതിനെ കൊണ്ട് നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഒക്കെ അങ്ങനെ ചെറിയതായിട്ടൊരു കട്ട കിട്ടും. അപ്പോൾ ആ കട്ട കെട്ടുന്നതൊക്കെ മാറാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ആ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ കുടിക്കുക. പെട്ടെന്ന് ഊറിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ ഇളക്കിക്കൊണ്ട് ആ ഒരു കറക്കത്ത് തന്നെ അങ്ങോട്ട് കുടിക്കുക കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. അപ്പം ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതിലൊക്കെ നോക്കിയാൽ മതി, മനസ്സിലാവും. യൂട്യൂബിലുണ്ട് കേട്ടോ.